guys, welcome to a long video in my YouTube channel. അതായത് തനിനാട നോസിയുടെ ഒരു യൂട്യൂബ് ചാനലായിട്ട് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മറ്റേ സ്റ്റേജിലൊക്കെ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോഴാണ് ഞാൻ പ്രസൻറ്റേഷൻ ചെയ്യുന്നത് ഗൈസ്. ഒരുപാട് നാളായി ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്തിട്ട്. ഇന്ന് സമയം ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും എനിക്ക് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി. യുനോ ഗൈസ്, ഐ എം ഇൻ ഓസ്ട്രേലിയ. അപ്പം ലോകമെമ്പാടും ഉള്ള എല്ലാ ആൾക്കാരും കാണുന്ന പ്രോഗ്രാമാണ് ബിഗ് ബോസ്. അപ്പോൾ ബിഗ് ബോസിൽ ഒരു അൺഫെയർ എവിക്ഷനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഗൈസ്. വേറൊന്നുമല്ല, ഇത് നത്തിങ് സർപ്രൈസിങ്, ബട്ട് എന്തായാലും ബിഗ് ബോസ് റിയാലിറ്റി ഷോ ആണ്, ബെസ്റ്റ് ഗെയിമർ ഷോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ്റെ ഗെയിം അടിപൊളിയായിരുന്നു അല്ലേ? 100 കഴിഞ്ഞിട്ട് ആര്യൻ ഓരോ ഗെയിമിന് എടുത്തതും ഓരോ ഗെയിം കളിച്ചതെല്ലാം അടിപൊളിയായിട്ട് ചെയ്തു. അപ്പോൾ യെസ്, എൻ്റർടൈനർ ആണോ ചോദിച്ചാൽ അല്ല. എല്ലാ പെർസ്പെക്റ്റീവ് നിന്നും കൂടെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചാണ്, കുറച്ചല്ല. പക്ഷേ ഇത്രയും കുറേ ബ്ലാ 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 ആൾക്കാർ അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടും ആര്യൻ എവിക്ഷനെ ചെയ്തത് ഐ ഹാവ് ടു ക്വസ്റ്റ്യൻ. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ കുറേ ആൾക്കാർ കാണും. ഐദർ യു ക്യാൻ ടോക്ക് ടു ദം ത്രൂ എ വീഡിയോ, അല്ലെങ്കിൽ ഇങ്ങനെ വൈറൽ വീഡിയോസോ ലൈവ് വീഡിയോസ് ഇട്ട് ചോദിക്കാം. പക്ഷേ ഞാൻ യൂട്യൂബിൽ ഈ വീഡിയോ ഇടുന്നു കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ കണ്ടൻറ്റ് ഈസ് അബൌട്ട് നത്തിങ് സർപ്രൈസ് വേർ എവർ യു ആർ. കാരണം സംടൈംസ് ഇൻ ദ ലൈഫിൽ നമ്മൾ വി ഹാവ് ടു ബ്രേക്ക് സം റൂൾസ്. ഫോർ ഗെറ്റിംഗ് സംതിങ് വി ഹാവ് ടു ബ്രേക്ക് സം റൂൾസ്. എനിക്ക് ആര്യൻ്റെ വിഷയത്തിൽ ഭയങ്കര സങ്കടമുണ്ട്. ആര്യനെ പേഴ്സണലി എനിക്കൊരു ഗെയിമറായിട്ട് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിമറായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. കാരണം ഒരുപാട് കഷ്ടപ്പെടുന്നവർക്ക് അവർ ഡിസേർവ് ചെയ്യുന്ന പൊസിഷൻ കിട്ടണം, ചുമ്മാ വാഴകളായിരുന്നിട്ട് കിട്ടരുത് എന്ന് എൻ്റെ മാത്രമല്ല എന്നെ പോലത്തെ കുറേ പേര് ആഗ്രഹമാണ്. അത് ഞാൻ സ്ട്രോങ്ലി പറയുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ബ്ലാ 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 ആൾക്കാർ അതിൻ്റെ അകത്തുണ്ട്. കുറച്ച് സീസണിലൊക്കെ അൺഫെയർ ആയിട്ടാണ് കപ്പ് കിട്ടിയിട്ടുള്ളത്. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. എനിവേ, ഇത്രയും ദൂരെ ഇരുന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ തോന്നിയത് എന്താണെന്ന് വെച്ചാലേ, ഒരുപാട് സങ്കടമുണ്ട്. ആര്യൻ്റെ അമ്മ എയർപോർട്ടിൽ വന്നിട്ട് പറയുന്നത് അവർ നല്ല സങ്കടപ്പെട്ടിട്ടാണ് പറയുന്നത്. പിന്നെ നെവിന് സേവ്ഡ് ആണെന്ന് പറഞ്ഞപ്പോഴും നെവിൻ ഒരു എക്സ്പ്രഷൻ ഇട്ടത് നിങ്ങൾ എല്ലാവരെയും കണ്ടില്ലേ ഗൈസ്? നെവിൻ വിചാരിച്ച നെവിനാണ് പോണേന്ന്. പക്ഷെ നെവിൻ നിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിൽക്കണം എന്ന് പറയും. അയാൾ നല്ലൊരു കോമഡി പീസാണ്. അയാൾ എൻ്റർടൈൻമെൻറ്റ് മെറ്റീരിയലാണ് ബിഗ് ബോസിൻ്റെ. സോ കപ്പ് എൻ്റർടൈനർ ആണെങ്കിൽ നെവിൻ ഷുഡ് ഗെറ്റ് ഇറ്റ്. ഷാനവാസൊക്കെ നല്ല ഗെയിമറെന്നൊന്നും ഞാൻ പറയില്ല, ഞാൻ പറയാൻ ആളല്ല, അതൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ്. പക്ഷെ നെവിൻ നല്ല എൻ്റർടൈനറാണ്. ആര്യൻ ഈസ് എ ഗുഡ് ഗെയിമർ. 100 ഫൈനലിസ്റ്റ് എത്തിയത് ഷി ഡിസേർവ് ഇറ്റ്, ബിക്കോസ് ഒരുപാട് കഷ്ടപ്പെട്ടാലേ അതൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ ബാക്കി കുറേ ആൾക്കാർ നിൽക്കുന്നതെല്ലാം ഇറ്റ്സ് ഓൾ അപ് ടു യു ജഡ്ജ്മെൻറ്റ്. ഞാൻ അതിലൊന്നും പറയില്ല. പക്ഷേ ആര്യൻ വേറെവർ യു ആർ, ഈ വീഡിയോ കാണുമെന്നൊന്നും അറിയില്ല. എത്രയും ആൾക്കാർ വീഡിയോസ് ഉണ്ട്, ഈ തിരക്കിൻ്റെ ഇടയിൽ കാണുമെന്നും അറിയില്ല. പക്ഷേ ഫ്രം മൈ ബോട്ടം ഓഫ് മൈ ഹാർട്ട്സ്, പിന്നെ എന്നെപ്പോലെ കുറേ ആൾക്കാരുടെ നാവിന്ന് പറയാൻ ആര്യൻ, യു ആർ എ ഗുഡ് ഗെയിമർ ആര്യൻ. ഞാൻ ഗെയിമിൻ്റെ കാര്യത്തിൽ മാത്രം പറയുന്നത്, നല്ല സ്ട്രോങ് മെന്നാണ്, നല്ല പോലെ ഗെയിം കളിച്ചു. ആൻഡ് വി ലൈക്ക് ദിറ്റ്. ആൻഡ് യു ആർ സോ ക്യൂട്ട്. നമ്മളെ എന്താ പറയുക, രൺബീർ കപൂറിനെ പോലെ ഉണ്ട് കേട്ടോ, ചെറുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഒരു ഷോർട്ട് വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് നമ്മളെ നാട്ടിലെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ചിലത് പണത്തിൻ്റെ മേളിലും, പിന്നെ ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ PR-ൻ്റെ മേളിലൊക്കെ ഫയൽ ചെയ്ത് പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളും ലിമിറ്റഡ്, ചില കാര്യങ്ങൾ അല്ലേ. എനിവേസ്, എന്നെങ്കിലും ഒരിക്കൽ നമ്മളെ ലോകം മാറുന്നെങ്കിൽ വിചാരിക്കാം.
പക്ഷെ മാറില്ല കേട്ടോ. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ എൻ്റെ നാട്ടിൽ ഇന്ത്യയിൽ നിന്നപ്പം കുറേ കാര്യങ്ങൾ ഞാൻ ഹേറ്റഡ് ആയിരുന്നു. കാരണം നമുക്കൊരു ജഡ്ജ്മെൻറ്റോ നമുക്കൊരു സ്വാതന്ത്ര്യത്തിൽ നമുക്കൊരു റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത ഒരു നാടായിരുന്നു. എന്ത് കൊടുത്താലും റിബലായിട്ടുള്ള തിരിച്ച് ആൻസേഴ്സാണ് കിട്ടുന്നത്. ഒരു ജോബ് സാറ്റിസ്ഫിക്കേഷൻ ഒരു സ്ഥലത്തുണ്ടോ എന്ന് ചോദിച്ചില്ല. പക്ഷെ ഞാൻ വർക്ക് ചെയ്ത എല്ലാ സ്ഥലവും ഞാൻ പറയില്ല. The last where I worked is Allianz. Oh my God, that's a beautiful place ever in my job history. അടിപൊളി കമ്പാനിയൻസ് ആയിരുന്നു. പിന്നെ ഇപ്പം ഓസ്ട്രേലിയയാണ്. ദാറ്റ്സ് ടു ബ്യൂട്ടിഫുൾ. ദേ ഹാവ് ദെയർ ഓൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. പക്ഷേ എംപ്ലോയീസിന് സജഷൻസ് റേസ് ചെയ്യാം. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഗുഡ് ഇന്നോവേറ്റീവ് തിങ്സ് ദേ വുഡ് ബി ഇംപ്ലിമെൻറ്റഡ് വെരി ഫാസ്റ്റ്. അപ്പോൾ ഗൈസ്, എനിക്ക് കൂടുതൽ വലിച്ചു നീട്ടാൻ ആഗ്രഹമില്ല. ബിഗ് ബോസിൻ്റെ കാര്യം പറഞ്ഞ് ഓസ്ട്രേലിയയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലോട്ടൊന്നും ഞാൻ വരുന്നില്ല. എനിവേ, ബിഗ് ബോസ് ടീം ആരെങ്കിലൊക്കെ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഐ ജസ്റ്റ് വാണ്ട് ടു റേസ് യു വൺ തിങ്. പ്ലീസ് ജസ്റ്റിഫൈ ദ റീസൺ ഫോർ എവിക്റ്റിംഗ് ആര്യൻ. ഇസ് ഇറ്റ് ബേസ്ഡ് ഓൺ ഓഡിയൻസ് വോട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പെർസ്പെക്റ്റീവ് ആണോ? പക്ഷെ അത് അൺബിലീവബിൾ ആയിരുന്നു. ഇതാണ് അൺഫെയർ എവിക്ഷൻ എന്ന് പറയുന്നത്. ജിസേൽ പോയതും എനിക്ക് ചെറുതായിട്ട് ഇതായിരുന്നു. കാരണം കുറേ ബ്ലാ 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 അതിൻ്റെ അകത്ത് നിൽക്കും. ജിസേൽ പോയപ്പോൾ ഒരു ചെറുതായിരുന്നു. ഇപ്പം ദാ അഗെയിൻ ആര്യൻ. എനിവേ, that's all for today's video, guys. See you next time. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ please do like and comment your opinions, guys. വലിയ ഇൻഫ്ലുവൻസർ അങ്ങനത്തെ കാര്യമൊന്നുമല്ല, എന്നാലും പറയാനുള്ളത് തോന്നിയത് ഒരു വീഡിയോ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. That's all. Bye bye, guys.